ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. കോഴി കൂക്കി രാവിലെ ആയിന്ന് പറഞ്ഞ പോലെ ഇതാ നമ്മുടെ ചാത്തമാരൊക്കെ ഇതാ അവിടെ ഉണ്ട്. തലേ ദിവസത്തെ ചോറ് കൊടന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനായിട്ട്. കുറച്ച് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാത്തനെ വിടാം, അവർ വന്നിട്ട് കഴിച്ചോളൂ. അവർ വന്ന് കഴിച്ചോളൂ. കുറച്ച് താഴെ പോയിട്ടുണ്ടായിരുന്നു. കണ്ടോ ഗൈസ്, നിങ്ങൾ രണ്ട് വെളുത്ത ചാത്തക്കുട്ടന്മാർ എവിടെ? ഓഫ് ഓഫ്, പുലർച്ചെ 2 മണിക്ക് തുടങ്ങും കൂക്കാൻ. രാവിലെ എന്ന് വിചാരിച്ചിട്ട് എണീറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2 മണി ആയിട്ടുണ്ടാവുള്ളൂ. ഇതാ ഇവർ രണ്ടെണ്ണം. വേറൊരാൾ ഇവിടെ ഉമ്മയൊക്കെ കൊടുക്കേ. അത് കോഴിക്കുട്ടി, ചാത്തൻകുട്ടി. അത് ആമി, കോഴിക്കുട്ടിയുടെ പേരെന്താ? ആമിക്കുട്ടി കോഴിയുടെ പേരെന്താ? ഉണ്ണിവാവേ. ഒക്കെ എല്ലാം ഉണ്ണിവാവയാണ്. ഉമ്മയൊക്കെ കൊടുക്കുന്ന ആമിക്ക് ഇഷ്ടാണോ കോഴിനീന? ഇത് കുറച്ച് വലിയ കുട്ടിയായിട്ടുണ്ട്. നിലത്ത് നിർത്തി അപ്പ പായും. അങ്ങനെ കയ്യിൽ പിടിച്ച് വെച്ചേക്ക. നമ്മുടെ കിളിയോൾ ഇവിടെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. ഇത് അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ടുള്ളതാണ്. ഇത് തുളസിയാണ്. തുളസി കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഒരാണും 2 പെണ്ണും കേട്ടോ നമുക്കുള്ളത്. ആ ഒരു പീക്കോക്ക് കളറുള്ളതുണ്ടല്ലോ ഈ ഇരിക്കുന്നത്, അതാണ് ആണ്. ബാക്കി 2 പെണ്ണാണ്. അല്ല, ഇത് അതിൻ്റെ കുട്ടിയാണ് കേട്ടാ. ഇത് ഫസ്റ്റ് ടൈം മുട്ടിട്ടിട്ട്, ഫസ്റ്റ് ടൈം മുട്ടിട്ടിട്ട് അതൊക്കെ കൊത്തി പൊട്ടിച്ച് കളയുക ചെയ്തത്. അത് ഞാൻ വന്നിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയത്. എന്താ നമുക്ക് അറിയത്തില്ലല്ലോ, ലവ് ബേർഡ്സിനെ വളർത്തി നമുക്ക് അങ്ങനെ ശീലമില്ലല്ലോ എന്താ സംഭവം എന്നൊന്നും. അപ്പം അങ്ങനെ നമുക്കങ്ങനെ ശീലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ലവ് ബേർഡ്സിനെ ഒന്നും വളർത്തിയിട്ട്. നമ്മളിപ്പോൾ വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ആമിയുടെ വയസ്സായിട്ടുള്ളൂ. ആമിക്ക് 28 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ 2 എണ്ണത്തിനെ മേടിച്ചത്. 2 എണ്ണത്തിന് മേടിച്ചതിൽ ഒരു കൊല്ലൊക്കെ ആയപ്പോഴത്തേനും നമ്മളൊരു ബ്ലൂ കളറും അവിടെ വെച്ചോളൂ. നമ്മളൊരു ബ്ലൂ കളറും ഒരു പീക്കോക്കല്ല, ഒരു ഗ്രീനും യെല്ലോയും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പം മുട്ടിട്ട് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ നമ്മൾ ചെറിയ കൂട വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കണ്ടോ, കാണുന്നുണ്ടോ ഗൈസ്? ഈ ഒരു പിങ്ക് കളർ കൂടുണ്ടല്ലോ, അതായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. 750 അങ്ങനെ എന്തോ റേറ്റ് ആണ് ഇതിനുള്ളത്. ആകെ തുരുമ്പൊക്കെ പിടിച്ചിട്ടൊരു ഇതായി. കാരണം 3 കൊല്ലമായാലും അത് യൂസ് ചെയ്യണം. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഐഡിയ തോന്നിയത് പോയിട്ട് ഒരു വലിയ കൂട് ഉണ്ടാക്കുക എന്നുള്ളത്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ കൂടൊക്കെ സെറ്റായി. അതിന് മുന്നേ ഈ ചെറിയ കൂടിൽ നമ്മൾ ഫ്രണ്ടിലായിരുന്നു കിളീനെ തൂക്കിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഇർലാടി പണ്ടൊരു പക്ഷി ഉണ്ടല്ലോ, ഈ കോഴിക്കുട്ടികളതിനൊക്കെ പിടിക്കണത് വന്നിട്ട്, ആ സാധനം വന്നിട്ട്, ഇതൊക്കെ ഞാൻ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നു. ലവ് ബേർഡ്സിനെ മേടിച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുള്ളവരൊക്കെ നമ്മൾ വീഡിയോ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നീലേനെ മൊത്തമായിട്ട് കൊത്തിയൊരു വിധാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളധികം ശബ്ദമൊന്നും കേട്ടില്ല. പിന്നെ വീണ്ടും 2ാമതും വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. ആകെ വിഷമമായി. ആറ്റി നോറ്റ് 2 എണ്ണത്തിന് മേടിച്ചിട്ട് ഇങ്ങനെ ആയില്ലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ കുറേ കാലത്തിന് നമ്മൾ പിന്നെ ഒന്നിനെ തന്നെ ഇട്ടിട്ട് അങ്ങനെ വളർത്താണ് ചെയ്തിട്ടില്ല. നമ്മൾ തേന മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. തേനയും പഴമൊന്നും കൊടുത്തിട്ടൊന്നും കഴിക്കുന്നില്ല കേട്ടോ. തത്തമ്മ തോന്നുന്നില്ല പഴം കഴിക്കില്ല. ലവ് ബേർഡ്സ് പഴമൊന്നും കഴിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തുളസിയുടെ ഇലയും ഞാൻ കഞ്ഞിക്കൂർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. കഞ്ഞിക്കൂർക്ക് ഇപ്പോൾ മൊത്തം നമുക്കുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പനിയും ജലദോഷവും തൊണ്ടവേന ഇതൊക്കെ ആയിട്ട് എപ്പോഴും കഞ്ഞിക്കൂർക്കയുടെ ആവശ്യം. അപ്പോൾ ഞാൻ കഞ്ഞിക്കൂർക്ക് ഇപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കില്ല. എപ്പോഴെങ്കിലൊക്കെ 1-2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ തുളസിയുടെ ഇല മാത്രമാണ് ഇപ്പോൾ ഡെയിലി ഞാൻ തുളസിയുടെ ഇല കൊടുക്കാറുണ്ട്. നല്ലതാണ്, കിളികൾക്ക് വയറിനൊക്കെ നല്ലതാണ്, ദഹനത്തിനും ഒക്കെ നല്ലതാണ് തുളസിയുടെ ഇല കഞ്ഞിക്കൂർക്ക. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് കാലത്തൊന്നും പുതിയതിനെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ ആമിക്ക് ലവ് ബേർഡ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ലവ് ബേർഡ്സിന് നല്ല കിളികള്, കോഴികള് ഒക്കെ ഇതിന് ഭയങ്കര ഇഷ്ടമാണ് അവള്. ആണോ? ഇവിടെ ഇരുന്നമ്മ പൊന്ന്. ഓക്കെ.
ഇത് തുടപ്പ് തുണി ഏട്ടപ്പടെ ഇരിക്കുന്നത്, തുടപ്പ് തുണി ചൂലൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഏട്ടൻ വരുമ്പോൾ ഒരെണ്ണത്തിന് മേടിച്ചു കൊടുന്നു. ഇനി നീലേനെയാണ് ഇപ്പോൾ അന്ന് ഇർലാടി കൊണ്ടുപോയത്, എന്താ കൊത്തി തിന്നത്. അപ്പോൾ നീലേനെ ഒരെണ്ണം മേടിക്കണമെന്നുണ്ട്. ഇപ്പം ഉണ്ടായതും ഒരു മഞ്ഞയും പച്ചയും കൂടിയിട്ടുള്ള ഒരു കളറാണ് ഉണ്ടായിട്ടുള്ളത്. അത് 2 മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ല 3 മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ട്രിപ്പിലാണ് കുട്ടി വിരിഞ്ഞിക്കുന്നത്. 3ാമത്തെ ട്രിപ്പിൽ മുട്ട ഇട്ടിട്ട് 3 മുട്ട ഇട്ടുണ്ടായിരുന്നു. അതിൽ 1 വിരിഞ്ഞില്ല, 2 വിരിഞ്ഞു. 2 വിരിഞ്ഞതിൽ 2 കുട്ടികളും ഉണ്ടായിട്ട് നമ്മള് ധനുഷ്കോടി എന്നാ പറയുന്നത്, നമ്മുടെ ഈശാ ടെമ്പിളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ കോയമ്പത്തൂര് ട്രിപ്പായിട്ട്. അവിടെ പോയിട്ട് നമ്മൾ അകത്ത വെച്ചിട്ടുണ്ടായിരുന്നു, ഈ കൂട്ടിൽ അകത്ത വെച്ചിട്ടുണ്ടായിരുന്നത്. ഫുള്ള് ഉറുമ്പ് വന്ന് എന്തോ ഭാഗ്യത്തിന് 1 പുറത്ത് ചാടി, അതാണ് ഇപ്പൊ രക്ഷപ്പെട്ടത്. 1 കൂടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഉറുമ്പൊക്കെ അരിച്ചു. അയ്യോ സഹിക്കാൻ പറ്റണമെന്നില്ല. വന്ന് അകത്ത് കയറിയത് ഈ ഒരു കാഴ്ചയെ കാണുന്നത്. അത്ര നേരത്തെ സന്തോഷമൊക്കെ അങ്ങോട്ട് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി. അതങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു. 2 കുട്ടികളുണ്ടായത് ഒന്നിനെ ഉറുമ്പ് അരിച്ച് കഴിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ 3 എണ്ണം മാത്രം ഉണ്ടായി. പിന്നെ 3 എണ്ണമായി, വലുതായി. പിന്നെ തള്ളയും തന്തയൊക്കെ കൊത്തി ആട്ടുക എന്നൊക്കെ പറയുമല്ലോ, കോഴികളൊക്കെ ഉള്ള വീട്ടുകാർക്കൊക്കെ അറിയാം കൊത്തി ആട്ടുക എന്നൊക്കെ പറയണത് എന്താന്ന്. അപ്പോൾ ഇപ്പോൾ ഒരാണും 2 പെണ്ണുങ്ങളുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു മുട്ട ഇട്ടുണ്ടായിരുന്നു, അത് കൊത്തിയിട്ട് താഴെ ഇട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നത്, ഈ റോസ് കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നത്, റോസിൽ കുടുക്കയിലിട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഈ കൂട് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ പിന്നെ അതിലിരിക്കാണ്ടായി, മുട്ടയിലിരിക്കാണ്ടായി. ആ മുട്ട ഇങ്ങനെ നാശമായിപ്പോയി. ഇനിയിപ്പോൾ മുട്ട ഇട്ടിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല, കാരണം കൂടിപ്പോൾ മേലെ ആയതുകൊണ്ട് നമുക്ക് എത്തി നോക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ കസാരട്ടി കേട്ട് വേണം വെള്ളം തീറ്റയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് ഇന്നിപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ 24-ാം തീയതി, 25-ാം തീയതി, 27-ാം തീയതി ഞാൻ വെച്ച് കൊടുക്കുള്ളൂ, അടുത്ത ട്രിപ്പ് വെച്ച് കൊടുക്കുള്ളൂ. ഇടയ്ക്ക് ഞാൻ ആ ഗ്യാപ്പ് കൂടെ ഞാൻ തുളസിയുടെ ഇലയും ഇങ്ങനെ തിരികെ കൊടുക്കും. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ ചീരൊന്നുമില്ല. അതിന് മുന്നേ തന്നിനാളെയും കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് ഇല്ലല്ലോ. ഇനി ഈ റോസിന് അവിടെ ഉണ്ട്, ഈ റോസ് കൂടിൻ്റെ ഉള്ളിൽ സ്പേസ് ഇല്ലാത്ത കാരണം എന്താ പറയുക, തന്നിനാളെയും കൂടിയിട്ട് അതിനെ കൊത്തിയിട്ട് ഒരു കണ്ണിൻ്റെ ഒരു ഭാഗം മൊത്തം ചോരക്കളായിരുന്നു. അയ്യോ എനിക്ക് അത് കണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത്, കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇങ്ങനെയൊന്നും ആയിട്ട് നമുക്ക് കിളികളെ നോക്കിയിട്ട് എക്സ്പീരിയൻസ് ഇല്ല, കോഴികളെ നോക്കിയിട്ട് ഇതുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അമ്മമ്മയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള കാരണം കോഴികൾക്ക് വെക്കണ പോലെ തന്നെ കിളിക്കും വെച്ച് കൊടുത്തു. എൻ്റെ മഞ്ഞപ്പൊടി ചാലിച്ചിട്ട് വെച്ച് കൊടുത്തു. വെള്ളത്തിൽ ചാലിച്ചില്ലേ തോന്നുന്നു, വെറുതെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക തോന്നുന്നു ചെയ്തത്. അതിനങ്ങോട്ട് പുറത്തേക്ക് എടുത്തതോ കൊത്തിന്റെ കൊത്ത്. അയ്യോ എൻ്റെ കയ്യും കാലൊക്കെ കൊത്തി നശിപ്പിച്ച് അത് എന്താ പറയുക, കൊത്തിതാക്കി. പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ പിന്നെ ശരിയായി, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർക്ക് പറന്ന് നടക്കാൻ കുറച്ച് സ്പേസ് വേണമെന്ന് തോന്നിയതുകൊണ്ടാണ്, പെട്ടെന്ന് തോന്നിയ ഐഡിയ ഏട്ടൻ്റെ തലയിൽ ഉദിച്ചതാണ്. അങ്ങനെ ഉണ്ടാക്കി. വെറും 500 രൂപ ബഡ്ജറ്റിലാണ് ഞങ്ങൾ ഈ ഇത്രയും വലിയ കൂട്, ഒരു 10 കിളിക്കെങ്കിലും 10 പോരാ. ഇപ്പോൾ നമ്മളിപ്പോൾ ചതുരക്കൂടല്ലേ വലിയ കൂടൊക്കെ കണ്ടിട്ടുള്ളത്, അതുപോലെ തന്നെ അതിപ്പോൾ വലുതൊരു 10-15 കിളിക്കെങ്കിലും മിനിമം ഇരിക്കാൻ പറ്റിയിട്ടുള്ള, കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൂടാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അതിലിടാം. എനിക്ക് വേണമെങ്കിൽ ഈ കൂട് ഇവിടെ ഉണ്ടല്ലോ, ഇതിൽ വേണമെങ്കിൽ 2 പിടിച്ചിടാം, അത്രേ ഉള്ളൂ. പക്ഷെ കുട്ടികളുണ്ടാവണം. നമ്മളിനിപ്പോൾ നീലേന മാത്രമേ മേടിക്കണുള്ളൂ. അതൊരെണ്ണം മേടിക്കണം എന്നൊരാഗ്രഹമുണ്ട്, നീല അല്ലെങ്കിൽ വെള്ള, വേറെ പല കളേഴ്സ്. മൊത്തം ഈ മഞ്ഞയും പച്ചി ആയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല, അല്ല കാണാം. നമ്മൾ മേടിക്കണമെങ്കിൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കുളിച്ചിട്ടില്ല, ഞാനിപ്പോൾ ഡോക്ടറുടെ അടുത്തേക്കൊക്കെ പോയി കാണിച്ചു. ആമിക്കുട്ടിക്ക് ചെറിയൊരു ഇങ്ങനെ മുഖത്ത് വൈറ്റമിൻ്റെ കുറവാണ്. അവൾക്ക് അങ്ങനെ അറിയണില്ല, നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കണം അറിയണമെങ്കിൽ. കയ്യുമ്മിലും തൊടയമ്മിലുണ്ടായിരുന്നു ആദ്യം, കൂത്ത് കടിച്ചു തന്നെ. തൊടയമ്മിലുണ്ടായിരുന്നു ആദ്യം, പിന്നെ അത് ഡോക്ടർ കാണിച്ചപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞു. അവൻ മരുന്നൊന്നും എഴുതാന്നില്ല. പിന്നെ അത് കൈമിലിക്കായി, പിന്നെ ഇപ്പുറത്തെ കാലുമയ്ക്ക് വന്നു. പിന്നെ ഇപ്പോൾ മുഖത്ത് ഇങ്ങനെ പിരിപിരിന്നെ പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അതന്നെയാണോ, അതിനി മുഖത്തിൻ്റെതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഹോമിയോനെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് അവൾ ഭക്ഷണം കഴിച്ചതൊന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല, വേറെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വിരയ്ക്കുള്ള മരുന്ന് എത്തിത്തരാം, അത് കഴിച്ച് വന്നിട്ട് വൈറ്റമിനുള്ള മരുന്ന് എത്തിത്തരാം. അല്ലാണ്ട് വൈറ്റമിനുള്ള മരുന്ന് കഴിച്ചിട്ട് ഒരു കാര്യമില്ല, ശരീരത്തിൽ പിടിക്കില്ല എന്ന് പറഞ്ഞു. ശരീരത്തിൽ പിടിക്കണ്ടേ കുട്ടിക്ക്, കുഞ്ഞു കുട്ടിയല്ലേ. അതുപോലെ പല്ലിന് കേടുണ്ട്, അത് വൈറ്റമിൻ്റെ കുറവാണ്. പിന്നെ അത് പറഞ്ഞു പോകാനുള്ള പല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പേസ്റ്റ് ചെയ്ത് തന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയണില്ല. ബ്രഷൊക്കെ ചീപ്പിക്കാൻ തുടങ്ങിയല്ലോ, പേസ്റ്റ് ഇല്ല. നമുക്കൊരു പേസ്റ്റ് മേടിക്കണമെന്നുണ്ട്, പക്ഷേ ഡോക്ടർ എഴുതി തരുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ഡോക്ടറെ കാണിക്കണം ഇതിന് വേണ്ടിയിട്ട്. നോക്കട്ടെ
ഇനിയിപ്പോൾ എന്തായാലും വേറെ മരുന്ന് കഴിച്ചിട്ട് വൈറ്റമിൻ്റെ മരുന്ന് കഴിച്ചിട്ട് കുറയാണിച്ചാൽ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡോക്ടറെ മാറ്റി കാണിക്കണം. അവൾ മൊത്തം ഹോമിയോനെ കാണിക്കില്ലേ, പനിക്കായാലും ജലദോഷത്തിനായാലും ചുമക്കായാലും ഒക്കെ ഹോമിയോനാണ് കാണിക്കില്ല. 3-4 ദിവസം കൊണ്ട് വയ്യായി മാറും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ. കാരണം കുട്ടി കഴിക്കുന്നുണ്ട്, ഫ്രൂട്ട്സാണ് അവൾ കൂടുതൽ കഴിക്കുക. ഓറഞ്ച്, പിന്നെ തണ്ണിമത്തൻ, മാങ്ങ, ആപ്പിള്, പിന്നെന്താ പേരയ്ക്ക, ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനത്തെ ഒക്കെ അവൾ കഴിക്കും. പക്ഷെ ഈ കഴിക്കണതൊന്നും ശരീരത്തിലേക്ക് വൈറ്റമിനായിട്ട് അവൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് വേറെയുടെ പ്രശ്നമായിരിക്കും. അങ്ങനെ ആരെങ്കിലൊക്കെ ഇപ്പം മദേഴ്സായിട്ട് ഉള്ളവരൊക്കെ ചെന്നെ പോലെ അമ്മമാരൊക്കെ ആയിട്ടുള്ളവർ ടെൻഷൻ അടിക്കും, കുട്ടിയുടെ ശരീരത്തിൽ എന്തൊന്നും പിടിക്കാത്ത, കുട്ടിക്കാണെങ്കിൽ എപ്പോഴും വിശപ്പുണ്ട്, കുട്ടി കഴിക്കുന്നുണ്ട്, പക്ഷെ ശരീരത്തിലൊന്നും കാണുന്നില്ല. അത് ഈ വേറെയുടെ പ്രശ്നമായിരിക്കും. കാരണം ഇവർ കഴിക്കുന്നത് മൊത്തം വേറെ തിന്നെയാണ്. കുട്ടികൾക്ക് ഉറക്കം ഉണ്ടാവില്ല രാത്രി, കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയെന്ന് പറയുക, വെള്ളം എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് ഇതാവാം, ഇടയ്ക്കിടയ്ക്ക് മോശം പോവാം. അപ്പോൾ എന്താണ് ഇതെന്ന് അറിയാത്തവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേറെയുടെ മരുന്ന് കൊടുക്കുക അവർക്ക് ഒന്ന്, അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് ഒന്ന് പറയും ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡോക്ടറെ എഴുതിത്തരും, വേറെയുടെ മരുന്ന് എഴുതിത്തരും. ഞാൻ ആമിക്കിപ്പോൾ ചെറുപ്പം മുതൽ ഞാൻ ഹോമിയോനാണ് കാണിക്കുന്നത്. അത്രയും പനി, അത്രയും കടുത്ത പനി, കുട്ടിക്ക് തീരെ പറ്റുന്നില്ല, ശ്വാസം മുട്ടിട്ട് കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇംഗ്ലീഷിനെ കൂട്ട് കാണിക്കാറുള്ളൂ. അതുവരെ ഞാൻ അവളെ ഹോമിയോനെ തന്നെയാണ് കാണിക്കാറുള്ളത്. വരുമ്പോഴത്തേനും കൊണ്ടുപോകണം. കാരണം ഇംഗ്ലീഷ് മരുന്നൊക്കെ ഇപ്പോൾ കൊടുക്കുന്നത് നല്ലതല്ല. നമ്മൾ കഴിക്കുന്നത് പോലെയല്ല പിള്ളേർ കഴിക്കുന്നത്. ഇപ്പോൾ ചുമയുടെ മരുന്നിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ കേട്ടു. അപ്പോൾ എന്താ പറയുക, അത് കാരണം എനിക്കിപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്താൽ പേടിയാണ്. ഒരുത്തി നനഞ്ഞ കോഴിയെ പോലെ വരുന്നുണ്ട് വെള്ളത്തിൽ കളിച്ചിട്ട്. എന്താ മോളെ, എന്താ അത് വെള്ളാക്കിയില്ലേ തലയില്? എന്താ ഇത്? അതിന് നനഞ്ഞ കോഴിയെ പോലെ ഉണ്ട്. അതാ കാലുമില് വെള്ളാക്കി. ഒരു ഡ്രസ്സൊക്കെ ഒരുക്കോ. പറഞ്ഞ ഒരു വക അനുസരിക്കാത്തൊരു കുട്ടിയാണ് എൻ്റെ ഗൈസ്. നിങ്ങളുടെ പിള്ളേർ ഇങ്ങനെ തന്നെയാണോ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആമിക്കുട്ടിക്ക് വെയിറ്റ് തീരെ കുറവാണ്. ഇപ്പം ഞാൻ 2 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ആമിക്കുട്ടിയുടെ വെയിറ്റ് എത്രയുണ്ട് എന്ന്. ആമിക്കുട്ടി 9.5 കിലോനേ ഉള്ളൂ. അവള് ഇപ്പോഴും 1 വയസ്സിനുള്ള ആളേ ഉള്ളൂ അവള്. ഞാൻ അവൾക്ക് മീഷോയിൽ എപ്പോൾ ഡ്രസ്സ് ഓർഡർ ചെയ്താലും ഞാൻ 9 മാസത്തിൻ്റെ ഡ്രസ്സാണ് അവൾക്ക് ഓർഡർ ചെയ്യുക. 9 to 12 മാസം ഇങ്ങനെ കാണിക്കുമല്ലോ, വയസ്സ് 1 to 2 ഇയർ ഉണ്ടാവും. അതേപോലെ 0 to 3 months മുതലുള്ള കുട്ടികൾക്കുള്ളത് അങ്ങനെ കാണിക്കുമല്ലോ. അതിൽ 9 മുതൽ 12 മാസം എന്നുള്ള ഒരു അളവിലാണ് ഞാൻ ആമിക്ക് ഡ്രസ്സ് ഓർഡർ ചെയ്യുക. അത് ഓർഡർ ചെയ്താൽ പോലും ഇവൾക്ക് ഇരട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഞാൻ ഏത് ഡ്രസ്സ് ഇവൾക്ക് മീഷോന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ ഡ്രസ്സ് ഓർഡർ ചെയ്യും, എനിക്ക് പേടി. കാരണം ഓർഡർ ചെയ്തത് മൊത്തം റിട്ടേൺ അയക്കേണ്ട അവസ്ഥയാണ്. എന്ത് ചെയ്യും അല്ലയാ ഞാൻ. എനിക്ക് പിന്നെ ഫുൾ മീഡിയമാണ്. മീഡിയം മേടിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പിടിക്കേണ്ടി വരും, പക്ഷെ സ്മോൾ മേടിച്ചാൽ ഭയങ്കര ടൈറ്റ് ആവും. അപ്പം ഞാൻ മീഡിയമാണ് ഞാൻ മേടിക്കാറുള്ളത്. ചില മീഡിയം എനിക്ക് കറക്റ്റ് സൈസായിരിക്കും, ഒന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എപ്പോഴും മീഡിയമാണ് മേടിക്കാറുള്ളത്. ആമിക്കുട്ടിയുടെ അവസ്ഥയെ അതാ കുറുമ്പ് കാണിച്ച് നടക്കുകയാണ് ഇപ്പോൾ. രാവിലെ ആയപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഞാൻ ഇറക്കലില്ല. കാരണം ഈ വയ്യായൊക്കെ ആയ കാരണം വെള്ളത്തിലൊന്നും അധികം കളിപ്പിക്കാറോ ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ ഇരുന്നപ്പോൾ തക്കം കിട്ടിയേക്കാണ് അവൾക്ക്. അപ്പോൾ അവളങ്ങോട്ട് വിലസാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ കുറച്ച് ലോങ് ആയെന്ന് തോന്നുന്നു. എന്നാലും ഫുള്ളെ കാണാൻ ശ്രമിക്കണം എല്ലാവരും. ഞാൻ പറയണതൊക്കെ ഒന്ന് കേട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.